ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് പുഷ്പയുടെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് 30 ദിവസങ്ങൾ പിന്നിടുകയാണ്. 28 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ 1799 കോടിയാണ് ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കാണാനുള്ളത്. 1799 കോടി കവർ ചെയ്തിരിക്കുന്നു 28 ദിവസങ്ങൾ കൊണ്ട് എന്നുള്ള ആ ഒഫീഷ്യൽ പോസ്റ്റർ കാണുമ്പോൾ ഇനിയും ആകെ രണ്ടേ രണ്ട് റെക്കോർഡുകളാണ് ഈ സിനിമയുടെ മുന്നിലുള്ളത്. ഒന്ന് ബാഹുബലിയുടെ റെക്കോർഡ്, രണ്ട് ദംഗൽ എന്ന സിനിമയുടെ റെക്കോർഡ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ബാഹുബലിയുടെ റെക്കോർഡുകൾ തകർന്നിട്ടുണ്ട്, ഒരുപക്ഷെ അല്ല തീർച്ചയായും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 1810 കോടിയാണ് ബാഹുബലി നേടിയത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തും എന്നുള്ളതും ഉറപ്പിക്കാം. എന്തായാലും ഇവിടെ നമ്മൾ സന്തോഷകരമായ ആ ഒരു കാര്യം നമ്മൾ കാണുന്നു. 1799 കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത്. ഹിന്ദിയിൽ നിന്ന് സിനിമ 800 കോടിയൊക്കെ അടുത്തേക്ക് അല്ലെങ്കിൽ 800 കോടി നേടിയെന്ന് തന്നെ നമുക്ക് ഏറെക്കുറെ എത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇന്ന് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് വരുമ്പോൾ ഇന്ന് 30ാം ദിവസമാണ്. അപ്പോൾ ഈ ഒരു സിനിമ 1810 കോടി കവർ ചെയ്തിരിക്കുന്നു. ബാഹുബലി 2 തീർത്ത ആ റെക്കോർഡും തകർത്തെറിഞ്ഞുകൊണ്ട് സിനിമ മുന്നോട്ട് പോവുകയാണ്. ചരിത്ര നിമിഷം എന്ന് തന്നെ പറയാം. ഇനിയുമുള്ള ദംഗലാണ്. ദംഗൽ ഒരു വർഷത്തിന് മുകളിൽ എടുത്തിട്ട് നേടിയ ഒരു കളക്ഷനാണ് 2000 കോടി എന്നുള്ളത്. ആ ഒരു കളക്ഷനിലേക്ക് എത്താൻ സിനിമയ്ക്ക് കൂടി വന്നാൽ ഒരു 20 ദിവസത്തിനുള്ളിൽ എത്താൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിനോടകം തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനാണ് സിനിമ തൂക്കിയിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിൽ തന്നെ പോകുന്നു. ഓരോ ദിവസവും മണിക്കൂറുകളിൽ ഗംഭീരമായിട്ടുള്ള ടിക്കറ്റ് ബുക്കിങ്ങും ഇന്നും സിനിമയ്ക്ക് മികച്ച ബുക്കിംഗാണ് ബുക്ക് മൈ ഷോയിൽ കാണാൻ കഴിയുന്നത്. 29ാം ദിനവും സിനിമ 65,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയിരിക്കുന്നു. 19.5 മില്യൺ ടിക്കറ്റ്സ് ഓൾറെഡി വിറ്റുപോയിരിക്കുന്നു. 20 മില്യൺ വലിയ താമസമില്ലാതെ ഒരു പക്ഷേ ശനി ഞായർ കഴിയുന്നതോടുകൂടി തന്നെ എത്തും എന്നുള്ളത് പ്രതീക്ഷിക്കാം. ഇനിയുള്ള അപ്ഡേറ്റ് ബാഹുബലിയുടെ റെക്കോർഡ് തകർത്ത ആ ഒരു ഇത് കാണാൻ വേണ്ടി മാത്രമാണ്. ആ ഒരൊറ്റ പോസ്റ്റർ കാണുക എന്നുള്ളതാണ്. ബാഹുബലിയെ തോൽപ്പിക്കുന്നതിൻ്റെ സന്തോഷമല്ല, ബാഹുബലി ഒരു അത്യാവശ്യമല്ല അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. ഇന്നും നമുക്ക് കാണുമ്പോൾ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ഒരു സിനിമ തന്നെയാണ് അത്. സെക്കൻഡ് പാർട്ട് കാണുമ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാൻ പിന്നെയും തോന്നുന്ന അങ്ങനെയുള്ള ഒരു സിനിമ. ആ ഒരു സിനിമ നമുക്കറിയാം ഓരോ റെക്കോർഡുകളും തകർക്കപ്പെടാനുള്ളതാണ്. അങ്ങനെ തകർക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷവുമാണ്. കാരണം അല്ലു അർജുൻ്റെ ഒരു സിനിമ ആ റേഞ്ചിലേക്ക് എത്തുമ്പോൾ അത് കൊടൂരം എന്ന് തന്നെ പറയാം, അതിഗംഭീരമെന്ന് പറയാം, അതിനുപരി നമുക്ക് സന്തോഷമെന്നും പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങളുടെ വലിയ രീതിയിലുള്ള സഹകരണം ആവശ്യമാണ് 50-ൽ നിന്ന് 60K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒരിക്കൽ കൂടെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം എന്ന് ഗ്രേ മീഡിയാസ്.